ഗഗനചാരിയെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി തീരത്തില്ല. 2020 തുടങ്ങിയ വിശേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ 2020 ഷൂട്ട് ചെയ്തത്, സെക്കൻഡ് ഷെഡ്യൂൾ 2021. ഇത് ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്. അത്രയും നേരം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പെരിമെൻ്റൽ സൈഫൈ മോക്യുമെൻ്ററി സിനിമയാണ്. നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഇത് തിയേറ്റേഴ്സിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കിട്ടുക. അപ്പോൾ നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇതൊരു സൈഫൈ മോക്യുമെൻ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ ഹോളിവുഡ് സിനിമാസിലൊക്കെ കാണുന്ന പോലെ വലിയൊരു പടമല്ല. നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ചെറിയൊരു പടമാണ്. ഇതൊരു ഇൻഡർസ്റ്റെല്ലാർ പോലെ ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല. ഇത് വളരെ സില്ലി ആയിട്ടുള്ള ജോക്സ് ഉള്ള, സില്ലി എന്ന് പറയുമ്പോൾ കുറേ ചളികളൊക്കെ ഉള്ള സിനിമയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നത് ചളിയൊക്കെ അടിക്കത്തില്ല, അതേപോലത്തെ കുറേ കോമഡീസ് ഉള്ള സിനിമയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ? വളരെ ഡിഫറെൻറ്റ്. ആൻഡ് ഇത് പിന്നെ എനിക്ക് ഇത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമയാണോ എന്നും അറിയില്ല. കാര്യം ഒരു എന്താ ഇപ്പം കോമിക്സ് ഇഷ്ടപ്പെടുന്ന, മാർവൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് റിലേറ്റ് ആവുക. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പണ്ട് മുതൽ സിനിമ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും. ഇതിപ്പോൾ ഒരു ഓൾഡ് ജനറേഷന് എങ്ങനെയായിരിക്കും വർക്ക് ആവുക എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്, അവർക്കായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ മൊത്തത്തിൽ അങ്ങനെ ഒരു പേർപ്പസാണ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം ഈ സിനിമ കാണാൻ. നമ്മളങ്ങനെ ഭയങ്കര ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് മൈൻഡ് ബ്ലോൺ ആവാമെന്ന് വിചാരിച്ചല്ല പോകേണ്ടത്. ചെറിയ സിനിമ, വളരെ ലളിതമായി ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ സിനിമയായിരിക്കും ഗഗനചാരി. ഹാപ്പിയായിരുന്നു. ഏലിയൻ എന്നുള്ളൊരു കഥാപാത്രത്തിൽ, കാര്യം മലയാളത്തിൽ ഇതുവരെ ഇതിനു മുമ്പ് ഒരു ഏലിയൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം തന്നെ എനിക്കൊന്ന് ഒരു കഥ കേട്ടിട്ട് അപ്പം തന്നെ യെസ് പറയുന്നത് ചിലപ്പം ഗഗനചാരി ആയിരിക്കും. എനിക്ക് ഒരു രണ്ടാമത് ചിന്തിക്കേണ്ട വന്നിട്ടൊന്നുമില്ല. ഞാൻ ഓൺ സ്പോട്ട് ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ദിസ്. നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ. പാപ്പൻ സിനിമയുടെ പ്രൊമോഷന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇവിടെ വരുന്നത്. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്തത, സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി അങ്ങനൊരു സിനിമ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും സൂപ്പർ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത, കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ്. ഞങ്ങൾ അന്ന് OTTക്ക് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം അതിൻ്റെ പ്രിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾ ഗിവ് അവേ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ട ജെന്യുവനായിട്ടുള്ള പ്രേക്ഷകൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയേറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നതും. യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമയല്ലത്. ഒരു ഇപ്പം നിങ്ങൾ സയൻസ് ഫിക്ഷൻ, ഏലിയൻ എൻകൗണ്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വേറൊരു ആംഗിളിലോട്ട് ചിത്രീകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇത് വളരെ സില്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഫൺ നിങ്ങൾ ആ ഒരു 2 hours താഴെയാണ് സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാഗേജും കൂടാതെ അവിടെ വന്നിരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചിരിയും തമാശകളിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനചാരി. അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരുന്നതും ഏലിയൻ എൻകൗണ്ടറിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന, യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കാറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ ക്ലീഷ എന്ന് മാറി നിന്നിട്ട് എന്നാൽ അതും ഉൾക്കൊള്ളിച്ച് തന്നെ ഉള്ളൊരു സിനിമയാണ് ഗഗനചാരി. ഹലോ എവ്രിവൺ, ഹായ്. ഗഗൻചാരി ഒരു സ്റ്റുപ്പിഡ് ഫിലിമാണ്. ആ സ്റ്റുപ്പിഡിറ്റി നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും. നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്ന രാഷ്ട്രീയവും എല്ലാം സില്ലിയാണ്, ആൾക്കാരുടെ ഇൻട്രാക്ഷൻസും എല്ലാം സില്ലിയാണ്, അതിൻ്റെ അകത്ത് സൈഫൈയും സില്ലിയാണ്. പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടു തരുമ്പോഴത്തേക്കും ഒരു പുതിയ എക്സ്പീരിയൻസും ഒരു പുതിയ ഫണ്ടും ഒക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ സിനിമകൾ ഇനി മലയാളത്തിൽ വരണമെങ്കിൽ നമ്മളിത് ഇതുപോലത്തെ സിനിമകൾ വിജയിപ്പിക്കണം. അപ്പം
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, താങ്ക് യു ഫോർ കമ്മിങ്. നമ്മുടെ ഒരു ഫൈനൽ ട്രെയിലർ റിവ്യൂലാണ് ഇവിടെ നടക്കുന്നത്. സോ കുറച്ച് കണ്ടന്റ് ഓൾറെഡി ഔട്ടാണ്. പിന്നെ നമ്മുടെ സോങ്സും ഓൺലൈനായിട്ടുണ്ട്. എല്ലാവരും സോങ്സ് കാണുക, കേൾക്കുക. നമ്മുടെ ഫൈനൽ ട്രെയിൽ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സോഷ്യൽ പ്രോഗ്രാംസ് DM ചെയ്യാം. താങ്ക് യു. ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു എക്സ്പെരിമെന്റലിനേക്കാൾ കൂടുതലൊരു സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി മാത്രം ചെയ്ത സിനിമയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ പല ആളുകളും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പല റിവ്യൂസിലും. ആൻഡ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ആവട്ടെ, ഒരു ഫൺ ഫിലിം മൂവിയാണ്, എക്സ്പെരിമെൻ്റിലാണ്. പക്ഷെ എന്നാലും കുറേ സില്ലി ജോബ്സൊക്കെ ഉള്ള കുട്ടികൾക്കും മേ ബി MCU DC ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്നൊരു മൂവി കൂടിയാണ്.